നമസ്കാരം. ഒരാഴ്ച മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പിന്നീട് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവർ ഉപേക്ഷിക്കണം, അതിന്റെ ദൂരപരിധി 300 കിലോമീറ്ററാക്കി ചുരുക്കണം, അതിനപ്പുറം ദൂരത്തേക്ക് ഈ മിസൈൽ വന്ന് വീഴാൻ പാടില്ല. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ഓർമ്മകൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരാവശ്യം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത്. വളരെ തിടുക്കപ്പെട്ടാണ്, ഒട്ടും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് ഇപ്പോഴത്തെ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബ്ലഡ് ക്യാൻസർ ആണ് എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള വാർത്തകളെയൊക്കെ തള്ളിക്കളയുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഒരു സർജറിക്ക് ബെഞ്ചമിൻ നെതന്യാഹു വിധേയനായിരുന്നു. അന്ന് ആ വാർത്തകളൊക്കെ ഇവിടെ മിക്കവാറും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും രോഗം മൂർച്ഛിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ്. കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി ഒരു കൂടിക്കാഴ്ചക്ക് ഒരുങ്ങിയത് പേടി കൊണ്ട് തന്നെയാണ് എന്നതാണ് ഏറ്റവും ചുരുക്കം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. 7 ചിത്രങ്ങൾ, 7 ആളുകളുടെ ഫോട്ടോകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി പ്രദർശിപ്പിച്ചിരുന്നു. ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി, സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, ഇത്തരം ആളുകളുടെ ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചത്. ഈ 7 പേരെയും തട്ടിക്കളയും എന്നുള്ള ഒരു ഭീഷണിയും ഇവിടെ ആയത്തുള്ള അലി ഖമനായുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഇത്തരത്തിലുള്ള ചില ഭീഷണികളും അതുപോലെ തന്നെ നേരത്തെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ഓർമ്മകളുമാണ് ട്രംപിന് മുന്നിലേക്ക് ഇത്ര ശാരീരിക പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിനെ എത്തിച്ചത് എന്നൊരു ഭാഗത്ത് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അതിനേക്കാളും ഒക്കെ ഗൗരവമുള്ള ചില വാർത്തകൾ കൂടെ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എവിടെ നോക്കിയാലും അസ്വാഭാവിക മരണങ്ങളാണ്, ഏറ്റുമുട്ടൽ മരണങ്ങളാണ്, ദുരൂഹ മരണങ്ങളാണ്. ഈ മരണങ്ങളൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അതായത് ഏത് രീതിയിലാണോ ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ ഇറാനും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. നേരത്തെ ഇവിടെ ഇറാഖിൽ നിന്നും പരിശീലനം നേടിയ മൊസാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജന്റിനെ ഇറാൻ പിടികൂടി തൂക്കിലേറ്റിയിരുന്നു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഈ ഒരു മൊസാദിന്റെ ഏജന്റിനെ ഇറാൻ തൂക്കിലേറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇസ്രായേലിന് കനത്ത തിരിച്ചടി കിട്ടിയ ഒരു സംഭവമാണ്. എന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. മിക്കവാറും പുറത്തു വരുന്ന വാർത്ത ഏറ്റുമുട്ടൽ മരണം എന്ന രീതിയിലാണ്. അതായത് ഇറാനിൽ പരിശീലനം സിദ്ധിച്ച മൊസാദിന്റെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ തെരുവിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള ഏജന്റുമാരുടെ സഹായത്തോടു കൂടിയാണ്. ഇവരുടെ പക്കൽ ആയുധങ്ങളുണ്ട്, ഈ ആയുധങ്ങൾ കൊടുക്കുന്നതും ഇവരെ പരിശീലിപ്പിക്കുന്നതും മൊസാദാണ് എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മൊസാദിനെ കൂടാതെ അമേരിക്കയെ കൂടാതെ വേറെ 10ഓളം രാജ്യങ്ങളിലെ ചാര സംഘടനകൾ കൂടെ ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു എന്ന കാര്യം കൂടെ ഇറാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊസാദിന്റെ ആളുകൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് മൊസാദിന്റെ ആളുകളാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ മൊസാദിന്റെ ഏജന്റുമാരെ ഇറാൻ പിടികൂടി തൂക്കിലേറ്റുന്നു. മാത്രമല്ല രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെ അവർ വെടിവെച്ച് കൊല്ലുന്നു. ഏറ്റുമുട്ടൽ കൊല എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ. ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് എവിടെ എത്തി നിൽക്കും, എത്ര ആളുകളെ പിടികൂടും, എത്ര ആളുകളെ കൊല്ലും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിന് വല്ലാത്ത ഭയമുണ്ട്. അമേരിക്കക്കും ഇക്കാര്യത്തിൽ വലിയ ഭയമുണ്ട്. കാരണം അമേരിക്കയുടെ ആളുകളെയും ഇറാൻ പിടികൂടുന്നുണ്ട്. അമേരിക്കയും ഇവിടെ ഈ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകളെ സഹായിച്ചിട്ടുണ്ട്, ചാരന്മാരെ അയച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ ഇറാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്ത് വളരെ സേഫായി ഇരിക്കുന്നു എന്ന് ഇസ്രായേൽ ചിന്തിക്കുന്ന ചില ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ്. അതായത് എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് കടന്നു കയറിപ്പോലും ഇവിടെ അവരുടെ ആളുകളെ, മൊസാദിന്റെ ആളുകളെ വകവരുത്താൻ ഇറാന് കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിലേക്കും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയിലേക്കും ഒന്നും എത്താൻ അധിക സമയം വേണ്ടിവരില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇസ്രായേലിനുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആഷർ ഹയോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു.
അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഇയാളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത. പല അട്ടിമറികൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രിയോടൊപ്പം നിന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടവനായിരുന്നു, മൊസാദിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഇയാൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇയാളുടെ ബന്ധുക്കൾ പറയുന്നത്. ഇയാൾ വീടിനകത്ത് ഒരു അസുഖവുമില്ലാതെ വളരെ സുഖമായി ജീവിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഈ കക്ഷി പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുകയാണ്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നത് ബന്ധുക്കൾ തന്നെയാണ്. ഒന്നുകിൽ ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇയാളെ വകവരുത്തി, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി പല അട്ടിമറിക്കും ഇയാൾ കൂട്ടുനിന്നു എന്ന് പറയുന്നു. രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ ഇയാളെ കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെ ഇവിടെ മൊസാദിന് വേണ്ടി, മൊസാദിന്റെ പക്കൽ നിന്ന് പണം പറ്റുന്ന, മൊസാദിനെ ഇങ്ങനെ പുകഴ്ത്തിയടിച്ച് മൊസാദിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡാന ഈഡൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഈ സ്ത്രീയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സ്ത്രീയും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു ദിവസം ഈ സ്ത്രീ മരിക്കുകയായിരുന്നു. ഈ മരണത്തിലും ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് ഇസ്രായേൽ ഏത് രീതിയിലാണോ ശത്രുക്കളെ കൈകാര്യം ചെയ്തിരുന്നത്, പതിയിരുന്ന് പതുങ്ങി നിന്ന് ശത്രുക്കളായിട്ടുള്ള ആളുകളെ പലപ്പോഴും ചതിയിലൂടെ വകവരുത്തുന്ന ഒരു രീതി ഇസ്രായേലിനുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ പലപ്പോഴും പറഞ്ഞിരുന്നു. എന്തായാലും ഇറാന്റെ ഇന്റലിജൻസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിന് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഇറാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്ത് വന്നാലും ശരി, ഞങ്ങളുടെ രാജ്യം അതില്ലാതായാലും ശരി, രാജ്യത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചാലും ശരി, ഇറാനുമായി ഒരു യുദ്ധം അമേരിക്ക ചെയ്തേ മതിയാകൂ, ഇസ്രായേലുമായി യുദ്ധത്തോടൊപ്പം കൂടും. എന്തായാലും അത്തരത്തിലുള്ള ഒരു ആവശ്യം കൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അക്കാര്യം ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു. ട്രംപ് അതിന് അനുകൂല നിലപാട്, സമ്മതം മൂളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ട്രംപിന് മുന്നോട്ട് പോകാൻ വേണ്ടത്ര ധൈര്യം കിട്ടുന്നില്ല. മുന്നോട്ട് പോയാൽ ഇറാന്റെ തിരിച്ചടി ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളത് ട്രംപിന് നന്നായി അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപ് മുന്നോട്ട് പോകുന്നില്ല. വേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമാണ്. അത്ര ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്ന ബെഞ്ചമിൻ നെതന്യാഹു കട്ടിലിൽ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ ഇറാനെ പേടിച്ച് അദ്ദേഹത്തിന് ഒരു ഭാഗത്ത് കിടക്കാനോ ഇരിക്കാനോ കഴിയുന്നില്ല. നിൽക്കക്കള്ളി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇറാനെ പേടിച്ച് ഓടിത്തളരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഞാൻ ആളല്ല. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ ചില ദുരൂഹ മരണങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടൽ മരണങ്ങളും ഒക്കെ ഇസ്രായേലിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.